സിമ്പിൾ ഡിപി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സ്ട്രോബെറി ജാം ഉണ്ടാക്കാം. സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജാമാണ് ഇത്. ഗ്രാം സ്ട്രോബെറി എടുത്ത് അതിൻ്റെ ഇലയെല്ലാം പൊട്ടിച്ച് കളഞ്ഞ ശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇത് ഉണ്ടാക്കാനും വളരെയധികം എളുപ്പമാണ്. കടയിൽ നിന്ന് വാങ്ങാതെ നമ്മൾ വീട്ടിൽ തന്നെ ജാം ഉണ്ടാക്കിയെടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതെല്ലാം നമുക്ക് മുറിച്ച് മാറ്റി വയ്ക്കാം. സ്ട്രോബെറി ഇതുപോലെ മുറിച്ച് വെക്കുക. പകുതി പുളിനാരങ്ങ നീര് കൂടി വേണം. 1 കപ്പ് പഞ്ചസാരയാണ് ഇതിൽ വേണ്ടത്. ജാമിൻ്റെ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നല്ലതുപോലെ അടിച്ചെടുക്കാം. ഇതുപോലെ നല്ലതുപോലെ അരച്ചെടുക്കണം.
ഇനി ഇത് നമുക്ക് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലതുപോലെ കൈയെടുക്കാതെ ഇളക്കി ഉരുട്ടിയെടുക്കണം. കണ്ടില്ലേ, ഇത് കാണാനും എന്തൊരു ഭംഗിയാണ്. നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് ധൈര്യപൂർവ്വം കൊടുക്കാം. ഇനി ഇതിലേക്ക് പുളിനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ആരോഗ്യവും മെച്ചപ്പെടും, പണവും ലാഭമാകും. ശരിക്കും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ജാമാണ് സ്വാദ് കൂടുതൽ ഉണ്ടാവുക. കയ്യിൽ ഒട്ടുന്ന പാകമാകുന്നത് വരെ ഇളക്കിയെടുക്കണം. ഇതിന് ആകെ കൂടി വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ വേണ്ടൂ. സ്ട്രോബെറിയും പഞ്ചസാരയും ഒരു കഷ്ണം പുളിനാരങ്ങയും മതിയാകും. ഇതുണ്ടാക്കി കുപ്പിയിൽ സൂക്ഷിച്ചാൽ കുറേ കാലം കേടുകൂടാതെ ഇരിക്കും. ജാം ഉണ്ടാക്കുമ്പോൾ അധികം കട്ടിയാവാതെ നോക്കണം. എന്നാൽ മാത്രമേ ബ്രെഡിൻ്റെ മുകളിൽ തേക്കാൻ കഴിയൂ. വീട്ടിലുള്ള ഫ്രൂട്ട്സ് വെച്ച് ജാം ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇത് റെഡിയായി. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.